മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിലെ ഒരു ഉജ്ജ്വലമായ സന്ദേശം, യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതി ലോകസ്തദനുവർത്തതേ. ഒരു ശ്രേഷ്ഠൻ, an ideal model in the life, a person who is living through satya dharma niti nyaya, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ലോകത്തിന് മോഡലായിട്ടിരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് വളരുന്ന തലമുറയ്ക്ക് ഐഡിയൽ മോഡൽ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആരുമില്ല. We cannot point out anybody is an ideal model. ഇനി ഐഡിയൽ മോഡലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊളിറ്റിക്കലി, റിലീജിയസ്ലി, കാസ്റ്റ് വൈസ്, അക്കാഡമിക്കലി, ഇന്റലക്ച്വലി അവരെ ഒറ്റപ്പെടുത്തുന്ന സംഭവവുമുണ്ട്. ഞാൻ വിചാരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും മാത്രം ശരി, അല്ലാത്തതെല്ലാം നീചവും നിന്ദ്യവും നികൃഷ്ടവുമാണ്, ഞാനതിനെ എതിർക്കും, നീ എന്നെ എതിർക്കരുത് എന്ന രീതിയിൽ പറയുന്ന വ്യക്തികളുടെ ഒരു പ്രവൃത്തി പോലും മറ്റുള്ളവർക്ക് ശ്രേഷ്ഠന്മാരെന്ന് ഇയാളെ വിളിക്കാൻ പാകത്തിന് യോഗ്യതയുള്ളവരല്ല. അവരുടെ വാക്കുകൾക്കും വരികൾക്കും സമൂഹത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാവില്ല, ഉണ്ടാവാനും പാടില്ല, കാരണം അവർ ശ്രേഷ്ഠരല്ല. അപ്പോൾ ശ്രേഷ്ഠരല്ലാത്ത കുറെ വ്യക്തികളെ മാതൃകയാക്കി മുമ്പിൽ നിർത്തിക്കൊണ്ട് അയാളാണ്, അവരാണ് ലീഡർ എന്ന് പറഞ്ഞ് അനുയായികളെ കൊണ്ടുപോവുക. കുറെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലീഡറിന്റെ സ്വാർത്ഥത, അധികാരമോഹം, അതുപോലെ സ്വജനപക്ഷപാതം, മുൻവിധിയോടുകൂടി എല്ലാത്തിനെയും അളക്കുക, ബന്ധുജനങ്ങളെയും അവനവന്റെ ഇഷ്ടക്കാരെയും സഹായിക്കുക, ഇങ്ങനെയുള്ള തിന്മകൾ മാത്രം ചെയ്യുന്ന വ്യക്തികളുടെ പുറകില് അണിനിരക്കുന്ന അനുയായികള് പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇന്ന് നമ്മളെ ഭരിക്കുന്ന അനവധി മന്ത്രിമാരും അനവധി രാഷ്ട്രീയ നേതാക്കന്മാരും യഥാർത്ഥത്തിൽ സാമാന്യ ജനതയുടെ മനസ്സില് ആദരവോ ബഹുമാനമോ അല്ല ഉണ്ടാക്കുന്നത്, അറപ്പും വെറുപ്പുമാണ് ഉണ്ടാക്കുന്നത്, അവരുടെ വാക്കുകളും പ്രവൃത്തിയും. അപ്പോൾ നമ്മളുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ഒരു ഐഡിയൽ മോഡൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരാ ഉള്ളത്? ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, യദ്യദാചരതി ശ്രേഷ്ഠ. ശ്രേഷ്ഠന്മാര്, സമൂഹത്തിൽ മാതൃകയാവേണ്ടവര്, അവര് എന്താണോ ആചരിക്കുന്നത് തത് ഏവ ഇതരോ ജനഃ, അതാണ് മറ്റു ജനങ്ങൾ സ്വീകരിക്കുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠ തദേവോ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതി. ഈ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന വ്യക്തികള് എന്ത് പ്രമാണമാണോ ജീവിതത്തിൽ ചെയ്യുന്നത്, ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, എന്ത് പ്രമാണമാണോ ലോകത്തിന്റെ മുമ്പിൽ അവർ സമർപ്പിക്കുന്നത്, ലോകസ്തദനുവർത്തതേ, ലോക ജനത അത് സ്വീകരിക്കുന്നു. ലോക ജനത അത് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഓർമ്മിക്കുക, മക്കളുടെ മുമ്പില് മാതാപിതാക്കൾ ഒരു മാതൃകയായിട്ട് തീരേണ്ട കാലമാണ് ഇന്ന്. ചെറിയ സഹോദരന്റെ, കനിഷ്ഠ സഹോദരന്മാരുടെ, അനുജന്മാരുടെ മുമ്പില് ജ്യേഷ്ഠന്മാര് മാതൃകയാവണം. നമ്മുടെ വീട്ടിൽ ഉയർന്നവര് താഴ്ന്നവർക്ക് മാതൃകയാവണം. നമ്മുടെ ചുറ്റുപാടുമുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനില് മാതൃകയാണെന്ന് പറയാൻ വിരലിൽ എണ്ണാവുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടാവണം. നമ്മളുടെ ബന്ധുജനങ്ങളില് മാതൃകയാണെന്ന് പറയാവുന്നവരുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. എന്നിട്ട്
നമ്മളുടെ ജീവിതത്തെ വാല്യൂ ബേസ്ഡ് ആക്കണം. മൂല്യാധിഷ്ഠിതമായ ജീവിതം, ധന്യമായ ജീവിതം. അങ്ങനെ ഒന്ന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ശരിക്ക് ഇഫ് യു ഡു നോട്ട് നോ വെയർ ടു ഗോ, all the roads will be taking you to that point. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എങ്ങോട്ടാ പോവേണ്ടതെന്ന് അറിഞ്ഞൂടായെങ്കിൽ എല്ലാ റോഡും നിങ്ങളെ അവിടെ എത്തിക്കും. എവിടെ എത്തിക്കും? എവിടെ എത്തിച്ചോ അവിടെ എത്തിക്കും. കാരണം എവിടേക്കാ പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ. എവിടേക്കാ പോകേണ്ടത് എന്നറിയാത്ത വ്യക്തിക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. എവിടേക്കാ പോകേണ്ടത് എന്ന് അറിയാവുന്ന വ്യക്തിക്ക് അവിടേക്ക് പോകാനുള്ള വഴിയിലൂടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, യദ്യതാചരതി ശ്രേഷ്ഠ. നമ്മളുടെ മക്കളുടെ മുമ്പിൽ നമ്മളൊരു മാതൃകാ പുരുഷനാകാൻ ശ്രമിക്കണം. ചെറിയ ചെറിയ അധികാരത്തിനോ സമ്പത്തിനോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി മൂല്യങ്ങളെ കുരുതി കൊടുക്കാത്ത വിധത്തിലൊരു ജീവിതം. അതാണ് ശ്രേഷ്ഠന്മാരുടെ ജീവിതം. ആ ശ്രേഷ്ഠന്മാരുടെ എണ്ണം ഇന്ന് കുറവാണ്. എങ്കിലും സമൂഹത്തിലുണ്ട്. അവരെന്തുകൊണ്ട് ശ്രേഷ്ഠന്മാരാണ്? അവരെ ലോകത്തിലെല്ലാവരും അംഗീകരിച്ചു എന്ന് വരില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും ഇസത്തിൻ്റെയും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നന്മ നിറഞ്ഞ മനുഷ്യരെ പോലും ക്ലാസിഫൈ ചെയ്യുന്ന കാലഘട്ടത്തിൽ, നന്മ മുഴുവനും പലതിൻ്റെയും അടിസ്ഥാനത്തിലായിട്ട് എടുക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് യഥാർത്ഥ നന്മ ഉള്ള മനുഷ്യരെ ചൂണ്ടിക്കാണിക്കാനും അതെന്തുകൊണ്ട് അവർ നന്മയുള്ളവരാണ് എന്ന് വിവരിക്കാനും അത് അവരിലെ നന്മകൾ നമ്മുടെ മക്കളിലും നമ്മുടെ കൂടെയുള്ളവരിലും പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഭഗവത്ഗീതയിലെ ഈ വരി അതിൻ്റെ അർത്ഥവും സന്ദേശവും ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.